3 വാക്കുകൾ പരിചയപ്പെടുത്തിയിരിക്കുന്നു. അതിലൊന്ന് ദ പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി, രണ്ടാമത്തേത് കോൺഫിഗറേറ്റീവ് സൊസൈറ്റി, മൂന്നാമത്തേത് പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റി. പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിൽ അപ്പൂപ്പന്മാര് പറയും, ചെറുപ്പക്കാര് കേട്ടോളണം, മാറ്റം സാധ്യമല്ല. അപ്പൂപ്പ പഠിക്കണ്ടെന്ന് ചോദിച്ചാൽ പഠിക്കണ്ട, അപ്പൂപ്പ തിന്നണ്ടെന്ന് ചോദിച്ചാൽ തിന്നണ്ട. അതെന്താ അപ്പൂപ്പ തിന്നാല് എന്ന് ചോദിച്ചാൽ ഞാനും തിന്നിട്ടില്ല, അതുകൊണ്ട് നീയും തിന്നണ്ട എന്ന് പറയും. നമുക്കൊരു പള്ളിക്കൂടം കെട്ടണ്ടേ എന്ന് ചോദിച്ചാൽ കെട്ടണ്ട, തുണി ഉടുക്കണ്ടേ ഉടുക്കണ്ട, പാഠപുസ്തകം എഴുതണ്ട, കവിത വായിക്കണ്ട. പിന്നെയോ സമൂഹം ആയിരക്കണക്കിന് വർഷങ്ങളായി എങ്ങനെയോ അതുപോലെ തന്നെ തുടർന്നു പോകുമെന്ന് പോസ്റ്റ് ഫിഗറേറ്റീവിലെ മനുഷ്യർ ചിന്തിക്കും, പറയും. പക്ഷേ പ്രീ ഫിഗറേറ്റീവ് അങ്ങനല്ല. അത് മാറാത്തതിനെ മാറ്റും. കെട്ടുകല്യാണ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി, പള്ളിക്കൂടമില്ലാത്ത കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി, വൃത്തിയില്ലാത്തവരുടെ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. ഈ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞ ജാതിഭ്രാന്തിന്റെ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. നരബലിയുടെ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. ക്ഷേത്രപ്രവേശനമില്ലാത്ത മനുഷ്യരുടെ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. വിദ്യാഭ്യാസമില്ലാത്തവരുടെ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. MBBS നേടിയിട്ടും സർക്കാർ സർവീസിൽ ഡോക്ടറാവാൻ കഴിയാത്ത ഡോക്ടർ പൽപ്പുവിനെ ഓടിച്ചുവിട്ട കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. ആ സൊസൈറ്റിയെ തിരുത്തി ശ്രീനാരായണൻ അടക്കമുള്ള മഹാപ്രതിഭകൾ. എന്നിട്ട് ഈ കേരളത്തെ ഒരു പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റിയാക്കി മാറ്റുകയുണ്ടായി.